ഹായ് അസ്സലാമു അലൈക്കും സുഖല്ലേ. അപ്പം നേരം വെളുത്ത പാട് ഞാൻ വന്നിക്കണമെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. രാവിലത്തെ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മൂച്ചൊക്കെ പൂത്ത് കണ്ടില്ലേ, മൂച്ച് പൂത്ത്. അപ്പോൾ നമ്മൾ മൊത്തം മൂച്ചയാണ് കണ്ട, ഇതൊക്കെ പൂത്ത്. അത് മാത്രമല്ല അതൊരു മാങ്ങ ഉണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു മാങ്ങ ഉണ്ടെങ്കിൽ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ മൊത്തം പൂത്ത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടെ ഉണ്ട് മൂച്ച്, ഇനി ബാക്കിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ മൂച്ച് പൂത്താണ്ടുമ്പോൾ ആൾക്കാർ പറയും എടാ അത് വിറ്റൂടെയെന്ന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിൽക്കലില്ല. ഞങ്ങൾ എല്ലാവരും ആര് ചോദിച്ചാലും അവർക്ക് കൊടുക്കും. എൻ്റെ പണിക്കൂടത്തിലുള്ള അവർക്കൊക്കെ കൊണ്ടുകൊടുക്കും. പിന്നെ അപ്പം ഒരു 1000-2000 രൂപ കിട്ടിയെങ്കിൽ പോകും. പക്ഷെ മാങ്ങ പിന്നെ ആൾക്കാർ കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ നമുക്ക് 1000-2000 ഒക്കെ വലുതാട്ടാ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കഴിച്ചോട്ടെ മാങ്ങ. പിന്നെ ബാക്കിയുള്ളത് കിളികളും ഒക്കെ കൊണ്ടുപോകും. കാരണം അവർക്കും ആണല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ കഴിക്കേണ്ടത്. അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും കണ്ട, തൊട്ടടുത്ത് കണ്ട. അപ്പം ഒരു കാരണം വെച്ചാൽ ഞാനിവിടെ ആദ്യം ഒരു മൂച്ച് വെച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മൂച്ച് വെച്ച്, 2 മൂച്ച് അടുപ്പിച്ച്. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഇതിന് മുമ്പാരത്തെ തന്നെ മൂച്ച് വെച്ചിരിക്കണത്, മുമ്പാരത്തെ മൂച്ച് വെക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കാട് പോലെ ജീവിക്കാനാണ് ഇഷ്ടം. നല്ല പ്രകൃതി സുന്ദരമായിട്ട് അവിടെ ഒരു മൂച്ച് ഇതിമൊക്കെ നല്ല മാങ്ങ ഉണ്ടാവും. ഇത് നെല്ലിക്കേൻ്റെ അതുകൊണ്ടും പൊന്തണില്ല, ഈ മൂച്ചുള്ള കാരണമാണ്. പിന്നെ ബാക്കിലുണ്ട് 2-3 മൂച്ച്, അതിനൊക്കെ നിറച്ച് മാങ്ങ ഉണ്ടാവും. ഞങ്ങൾ മാങ്ങ വെക്കാനൊന്നുമില്ല. ഞങ്ങൾ ഇതേമാതിരി എല്ലാവരും വന്നാൽ എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കൂട്ടുകാർ വന്നാലും ആര് ചോദിച്ചാൽ അവർക്കൊക്കെ കൊടുക്കും. ഫ്രണ്ട് കാലത്ത് തന്നെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളൊരു കാഴ്ച. ഒരിക്കൽ കാണിച്ചതാണ്. ഈ മാങ്ങ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഈ മാങ്ങ കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയാണ് കണ്ട. ഇനി നല്ല രസമുണ്ടാവും. മാങ്ങ പഴുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഞാൻ അതേമാതിരി ഒരു വാഴ കിട്ടിയപ്പോൾ അവിടെ വാഴ വെച്ച്, ഇവിടെയൊക്കെ വാഴ വെച്ച് വാഴയൊക്കെ ഉണ്ടായി. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞിട്ട് ടൗൺ ഏരിയ തീരെ ഇഷ്ടമല്ല. എനിക്ക് കാട് അങ്ങനെയുള്ളത് ഇഷ്ടമാട്ടാ. അപ്പോൾ എല്ലാവരും ചീത്ത അറിയുടെ പാമ്പൊക്കെ വരില്ലേന്ന്. ഇത്രയും ഉണ്ടായിട്ട് പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല. ഇനി ദ്രോഹിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇനി വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടി പൂക്കളെ കാണിച്ചില്ല. അങ്കണ തെന്മാവിൻ്റെ കണ്ടില്ലേ, അയ്യോ ഇത് കേടെത്താൻ പാടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, എത്രമാത്രം.